ദൈവേഷ്ടം ചെയ്യുന്നവനാണ് എന്നേക്കും ജീവിക്കുന്നത്. പലപ്പോഴും ഇത് തിരിച്ചറിയാതെ മനുഷ്യൻ ജീവിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ച് ക്ഷണികമായിട്ടുള്ള മോഹങ്ങളിൽ ജീവിച്ച് നിത്യനാശത്തിലേക്ക് അഥവാ നിത്യനരകത്തിലേക്ക് പോകുന്ന അനേകരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ യേശു പറഞ്ഞത് നാശത്തിലേക്ക് പോകുന്ന വഴി വീതി കൂടിയതാണ്, അതിലൂടെ സഞ്ചരിക്കുന്നവർ അനേകരാണ്. എന്നാൽ നിത്യതയിലേക്കുള്ള, നിത്യജീവനിലേക്കുള്ള, തേജസ്സിലേക്കുള്ള, മരണമില്ലായ്മയിലേക്കുള്ള വഴി ഇടുങ്ങിയതാണ്. അത് ഞെരുക്കമാണ്, കണ്ടെത്തുന്നവർ ചുരുക്കമാണ്. എന്നാൽ ഒരു വ്യക്തി, ദൈവമേ എനിക്ക് നിന്നെ അറിയണം, നിൻ്റെ വഴികളിൽ നടക്കണം, അങ്ങാണ് എന്നെ സൃഷ്ടിച്ചത്, ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ എനിക്ക് ദൈവത്തിൻ്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജീവിക്കണമെന്നൊരു വ്യക്തി ആഗ്രഹിച്ചാൽ ദൈവം അവന് തന്നെത്താൻ വെളിപ്പെടുത്തും, പാപം എഴുതുന്നവനെ വിടുവിക്കും, നിലനിൽക്കുന്ന നിത്യരാജ്യത്തിൻ്റെ പ്രകാശനത്തിൽ ജീവിക്കുവാൻ ദൈവം അവനെ സഹായിക്കും. അതുകൊണ്ട് ഈ ഒരളവിലേക്ക് കാര്യങ്ങളെ കാണുന്ന വ്യക്തിത്വങ്ങളായി തീരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ വിനിയോഗിച്ചോൾവിൻ എന്ന് ദൈവവചനം പറയുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 14-ാം വാക്യം. അവിടെ ഇങ്ങനെ പറയുന്നത്, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുന്നു, ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുന്നു. ഇതൊരു ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദൈവികമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തി വന്നു ചേരുന്നത് വീണ്ടും ജനനത്തിൽ കൂടിയാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും സൃഷ്ടിച്ച ദൈവമാണെങ്കിലും എല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ല. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ആ പിതാവും പുത്രനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് ദൈവം ആരാണെന്നും ദൈവം എന്തിനാണ് എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നൊക്കെ ഒരു വ്യക്തിക്ക് മനസ്സിലാകണമെങ്കിൽ കെടാത്തത് നിലനിൽക്കുന്ന ദൈവവചനത്താൽ ഒരു വ്യക്തി വീണ്ടും ജനിക്കണം, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടണം, വെളിച്ചം അവനിലേക്ക് വരണം, ദൈവത്തിൻ്റെ ജീവനാൽ അവൻ നിറയപ്പെടണം. കാരണം ദൈവത്തിൻ്റെ ജീവനില്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ മരണത്തിലാണ് വസിക്കുന്നത്, അവൻ എവിടേക്ക് പോകുന്നതെന്ന് അറിയുന്നില്ല, പിശാച് അവൻ്റെ കണ്ണ് കുരുട്ടാക്കിയിരിക്കുന്നു എന്നൊക്കെയാണ് ദൈവവചനം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നും തോന്നത്തില്ല. കാരണം ഈ വസ്തുവകകളുണ്ട്, പണമുണ്ട്, പേരുണ്ട്, പ്രശസ്തിയുണ്ട്, തിന്നാനും കുടിക്കാനുമുണ്ട്, വീടുണ്ട്, കാറുണ്ട്, അങ്ങനെ മനുഷ്യൻ നോക്കുമ്പോൾ സകലതുമുണ്ട്. എന്നാൽ ദൈവം നോക്കുമ്പോൾ അവനൊരു ജീവനില്ല. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, ഒരു വ്യക്തിയോട് ദൈവവചനം ഇങ്ങനെ പറയുന്നുണ്ട്, അവന് ധാന്യമൊക്കെ ഒത്തിരി വിളഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇനി എൻ്റെ കളപ്പുരകൾ വർദ്ധിപ്പിക്കും, ഞാൻ അതിലൊക്കെ നിറച്ചു വയ്ക്കും, എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് എന്നോട് തന്നെ പറയും എന്ന് അവിടെ പറയുമ്പോൾ അവിടെ ദൈവം അവനോട് പറയുന്നുണ്ട്, മൂടാ, ഇന്ന് ഞാൻ നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ, നിൻ്റെ ജീവനെ ഞാൻ എടുത്താൽ നീ ഉണ്ടാക്കി വെച്ചതൊക്കെ ആർക്കായി തീരും. എന്നിട്ട് പറയുന്നുണ്ട്, ദൈവവിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ അല്ലെങ്കിൽ സമ്പാദിക്കുന്നവൻ്റെയൊക്കെ ഗതി ഇത് തന്നെയാണ് എന്ന്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സമ്പാദിച്ചു കൂട്ടുക, ഇവിടെ പേരും പ്രശസ്തി ഉണ്ടാക്കുക എന്നുള്ളതല്ല ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അവൻ നിലനിൽക്കുന്നതിലാക്കായിട്ടാണ് ജീവിക്കുന്നത്. ഒപ്പം തന്നെ ദൈവം അവന് ആവശ്യമായതെല്ലാം നൽകി തരുന്നു. ഇതാണ് ദൈവബന്ധത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവനിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. വെളിച്ചം അവനിലേക്ക് വരുമ്പോൾ അവനിൽ സംഭവിക്കുന്ന മാറ്റം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാണ്, അത്തരത്തിൽ ഒരു വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവിടെ ദൈവമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ ബന്ധത്തെയാണ് യേശു ഇവിടെ കാണിക്കുന്നത്. ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ആ മക്കളെ, ആ ആടുകളെ ദൈവം അറിയുന്നു. മാത്രമല്ല ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അപ്പോൾ ദൈവത്തെ അറിയുന്നൊരു വ്യക്തി, യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ശിഷ്ടജീവിതം അവൻ ദൈവവചനത്തെ അനുസരിച്ചാണ് നടക്കുന്നത്.
അത്തരത്തിൽ ദൈവവചനത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശു അവനെ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കർത്താവ് അവനോട് ചേർന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ആവശ്യങ്ങളൊക്കെ ദൈവകാരം കൂടിയിരിക്കുന്നു. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കുന്നു. സമാധാനം കൊണ്ടും സ്വസ്ഥത കൊണ്ടും സന്തോഷം കൊണ്ട് അവനെ നിറയ്ക്കുന്നു. ദൈവരാജ്യത്തിൻ്റെ അധികമായി പ്രകാശനം നൽകുന്നു. ഈ നശിച്ചു പോകുന്ന ലോകത്തിൻ്റെ പ്രകാശനമല്ല, മറിച്ച് സൂര്യചന്ദ്ര താരങ്ങളെ കടന്ന് നിലനിൽക്കുന്ന നിത്യ തേജസ്സിൻ്റെ അധികമായി പ്രകാശനം നൽകുന്നു. അതവനെ ആളുമാറിവിനെ പോലെ മാറ്റുകയാണ് ചെയ്യുന്നത്. അത് പാപങ്ങൾ വിട്ടുതിരിയാൻ അവനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാനുള്ള വലിയ ഉത്സാഹം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഭവനത്തെ പണിയുവാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നിലേക്ക് വന്ന പ്രകാശവും ജീവനും വെളിച്ചവും ഒക്കെ മറ്റുള്ളവരിലേക്ക് പകരണമെന്നുള്ള ആഗ്രഹത്തിൽ അവൻ്റെ വാക്കുകളും പ്രവൃത്തികളും സംസാരവും ഇടപെടലുകളും കൊടുക്കൽ വാങ്ങലുകളും കുടുംബജീവിതമൊക്കെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അവൻ എവിടെ പോയാലും മുന്തിരിവള്ളി ശാഖയിൽ വസിക്കുന്നത് പോലെ എല്ലായ്പ്പോഴും ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരളവിൽ ജീവിക്കാനായിട്ട് ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കണം. കാരണം നമുക്ക് സകലത്തിൽ മാതൃക കാണിച്ചെന്ന പുത്രൻ ഈ ഒരളവിലാണ് ജീവിച്ചത്. സകലത്തിലും പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതമാണ് ജീവിച്ചത്. അതുകൊണ്ട് യേശു എല്ലായ്പ്പോഴും പറയുന്നുണ്ട്, അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പിതാവ് ഒരിക്കലും പുത്രനെ ഏകനായി വിട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ യേശുവിനോട് ചേർത്ത യേശുവിനെ പിൻപറ്റുന്ന നമ്മയും ഒരിക്കലും കർത്താവ് തള്ളിക്കളയത്തില്ല, ഏകനായി വിടത്തില്ല. കണ്ടാലും ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളി ചെയ്ത ആ വാഗ്ദത്ത വചനം നമുക്ക് വിശ്വസിക്കുകയും ആ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. പ്രാർത്ഥന. കർത്താവ് സ്വർഗ്ഗീയ പിതാവേ, അളവറ്റ കൃപയും കരുണയും സ്നേഹവും ഞങ്ങളുടെ മേൽ പകരുന്ന ദൈവമേ, ഞങ്ങൾക്ക് സകലത്തിൽ മാതൃക കാണിച്ചെന്ന പുത്രൻ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ എല്ലായ്പ്പോഴും പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുകയും പിതാവ് തന്നെ എല്ലായ്പ്പോഴും തന്നെ പ്രസാദിപ്പിക്കുന്ന അല്ലെങ്കിൽ തന്നെ മഹത്വപ്പെടുത്തുന്ന ഒരു ജീവിതത്തിലേക്ക് പുത്രനെ കൊണ്ടുവരുന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവെ, ഈ ഒരളവിലേക്ക് ഞങ്ങളും കടന്നു വരുവാനായിട്ട്, കയറി വരുവാനായിട്ട്, പിതാപുത്രൻ ഒന്നായിരിക്കുന്നത് പോലെ ആ പുത്രനോട് ചേർന്ന് പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ജീവിതം ജീവിക്കാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ ഞങ്ങൾ എല്ലാവരും ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങ് നിറയ്ക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രസാദമുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട്, ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നെന്ന് അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും സ്വരം വന്നതുപോലെ ഞങ്ങളെ ഓരോരുത്തരെ കുറിച്ച് പറയുന്ന ഒരളവിലേക്ക് കയറി വരുവാൻ കർത്താവെ, ഇന്നത്തെ ദിവസം, ഇന്ന് എന്ന് പറയുന്ന ദിവസം ദൈവവചനം അനുസരിച്ചുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിപ്പാൻ കർത്താവെ അങ്ങ് സഹായിക്കണം. ദുഷ്ടൻ്റെ ഇലപ്പെടാതെ കാക്കണം. സമാധാനം കൊണ്ട്, സ്വസ്ഥത കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയ്ക്കണം. വചനത്തിനോടുള്ള വലിയ ദാഹത്താൽ നിറയ്ക്കണം. ആത്മാവും പ്രാണയും ദേഹത്തേക്ക് കാൽവരി ക്രൂശിലെ പുണ്യാഹരക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അകൃത്യങ്ങൾ, ലംഘനങ്ങൾ, പാപങ്ങളുണ്ടെങ്കിൽ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, സംസാരത്തിൽ, നോട്ടത്തിൽ, കൊടുക്കൽ വാങ്ങുന്ന കുറവുകളുണ്ടെങ്കിൽ കർത്താവ് ഇത് ക്ഷമിക്കുകയും അങ്ങയുടെ ആത്മാവിനാൽ നിറയ്ക്കുകയും, അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ല പകരുന്നത്, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെല്ലാവരെയും അഭിഷേകം ചെയ്യണം. പുതിയ അഭിഷേകത്താൽ നിറയ്ക്കണം. എല്ലാ നുഖങ്ങളെയും പൊട്ടിക്കുന്ന പുതിയ അഭിഷേകത്താൽ കർത്താവ് ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത് ചെയ്യുന്ന കൃപയ്ക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.